പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA വിദ്യാർത്ഥികൾക്ക് വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്ന പാഠഭാഗത്ത് കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ഒരു കവിത പഠിക്കാനുണ്ട്. തേൾക്കുടം എന്നാണ് കവിതയുടെ പേര്. ഈ കവിത ഒരു നാടോടി കഥയുടെ ഘടനയിലാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. അതായത്, കുടത്തിൽ അടച്ചു വെച്ച പൊന്നാണയം എടുക്കാൻ ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ് രാജാവ്. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ എല്ലാ കാലത്തും അധികാരത്തിന്റെ മത്ത് പിടിച്ച രാജാക്കന്മാർക്ക് വിനോദം മാത്രമായി നടപ്പാക്കിയിരുന്നൊരു കാലത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്തരം മത്സരവേദികളിൽ കളിപ്പാട്ടമാക്കപ്പെട്ടവരും രക്തസാക്ഷികളായവരും നിറഞ്ഞതാണ് വാസ്തവത്തിൽ നമ്മുടെ കാവ്യ ചരിത്രം. അത്തരത്തിൽ എത്രയോ സ്ത്രീകൾ രാജാക്കന്മാരുടെയും അധികാര മത്സരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും രക്തസാക്ഷികളായി തീർന്നിരുന്നു എന്നുകൂടി ഓർത്തുവെച്ച് വേണം ഈ കവിതയിലേക്ക് കടക്കാൻ. കനകനാണയത്തോടൊപ്പം ആ കുടത്തിൽ, ഈ കുരിപ്പുഴയുടെ കവിതയിൽ കനകനാണയത്തോടൊപ്പം ആ കുടത്തിൽ ഉഗ്രവിഷമുള്ള ഒരു കരിന്തേളും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായിരുന്നു മത്സരം. മത്സരത്തിൽ വിജയിച്ചാൽ കുറേ സമ്മാനങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സൗധമുണ്ട്, വജ്രത്തിൻ്റെ മാലയുണ്ട്, വിശിഷ്ട വസ്ത്രമുണ്ട്, കൂടാതെ രാജ്യത്തിൻ്റെ പകുതി തന്നെ നൽകുമെന്നാണ് പ്രഖ്യാപനം. ഒരിക്കലും ഒരു സ്ത്രീക്കും മത്സരത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന ഒരു മുൻധാരണയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ആ രാജാവിനെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കവിതയിൽ പറയുന്നുണ്ട്, ഒരുത്തിയും വരില്ല എന്ന് തീർപ്പ് പറഞ്ഞു. അവിടെ ഒച്ചയും ബഹളവും ഉണ്ട്, ആർത്തുവിളികളുണ്ട്, പുരുഷാഹാരം അവിടെ കേൾക്കുന്നുണ്ട്. പുരുഷന്മാർ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ആ രാജ്യത്ത് അവരുടെ ശബ്ദം മാത്രം ഉയർന്നു കേൾക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ മത്സരം ഇങ്ങനെ നടക്കുമ്പോൾ ജീവിതവും മരണവും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് നമുക്കതിനെ വായിക്കാം. വിജയിച്ചാൽ വലിയ സമ്മാനം കിട്ടും. പക്ഷെ നേരെ തിരിച്ച് എന്താണ്, ഉഗ്രവിഷമുള്ള തേളിൻ്റെ കടിയേറ്റാൽ ആ സമ്മാനങ്ങൾക്ക് കാത്തു നിൽക്കാതെ അനുനിമിഷം ആ വ്യക്തി മരിച്ചു വീഴും. അസാമാന്യമായിട്ടുള്ള ധൈര്യമുള്ളവർക്ക് മാത്രമേ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കൂ എന്നുകൂടി മനസ്സിലാക്കണം. സ്ത്രീകൾ പൊതുവെ ധൈര്യശാലികളായിരിക്കില്ല എന്ന പൊതുബോധം തന്നെയായിരിക്കും രാജാവിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കാം സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ മത്സരം വയ്ക്കാൻ കാരണം. ആ സമയത്താണ് അടിമപ്പെണ്ണ് കുടത്തിൽ കൈയിടാൻ തയ്യാറായി എത്തുന്നത്. അവൾ കുടത്തിൽ കൈയിട്ടെങ്കിലും കരിന്തേൾ അവളെ കുത്തിയില്ല എന്നാണ് കവി പറയുന്നത്. കാരണം ആ 4 വരികളിൽ അത് പൂരിപ്പിക്കുന്നുണ്ട്. ഇവളുമെൻ ദുർവിധി പോൽ കുടത്തിനുള്ളിൽ കുടുങ്ങിയോളാണിവളെ തൊടുകയില്ലെന്താഹം എന്ന് പറയുന്നുണ്ട്. അതായത്, തന്നെ പോലെ തന്നെ കുടത്തിനുള്ളിൽ കുടുങ്ങിയവളാണ് ആ പെണ്ണുമെന്ന് തേൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും പെണ്ണിൻ്റെ നിസ്സഹായത തിരിച്ചറിഞ്ഞ തേൾ അവളെ തൊടുന്നേയില്ല. ഒരു അടിമ മറ്റൊരടിമയെ തിരിച്ചറിയുകയായിരുന്നു എന്നും തൻ്റെ ഈ പാരതന്ത്രത്തിനെ കുറിച്ചിട്ടുള്ള അറിവാണ് ആ പെണ്ണിൻ്റെ ദുർവിധിയെ തിരിച്ചറിയാൻ തേളിനെ സഹായിച്ചത് എന്ന് പറയുന്നു. കനകനാണയം നീട്ടി അവൾ നിൽക്കുമ്പോൾ കരിന്തേൾ അവളുടെ വിരലിൽ ശയിക്കുകയാണ്, ഉറങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. അടിമപ്പെണ്ണിൻ്റെ ദേശം വസന്തദേശമാണെന്നും അവളുടെ കൊടിയടയാളം കരിന്തേളാണെന്നും പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. 2 സ്ത്രീകൾ എന്ന കവിതയിൽ കുരീപ്പുഴ സ്ത്രീ ജീവിതങ്ങളെ അടയാളപ്പെടുത്തിയതുപോലെ ഇവിടെയും വളരെ വ്യക്തമായിട്ടാണ് ഇതിൻ്റെ ആശികധാര നമ്മളിലേക്ക് വരുന്നത്. പിന്നെ കുരീപ്പുഴയുടെ തേൾക്കൂടത്തിലേക്ക് വരുമ്പോൾ അവൾ അനുഭവിച്ച ജീവിതത്തിൻ്റെ വേദനകളെ, സ്ത്രീ അനുഭവിച്ച വേദനകളെ ആഖ്യാനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ അനുഭവിച്ച ദുർവിധി പോലെ തന്നെയാണ് കുടത്തിനുള്ളിലെ തേളും അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മരണത്തെക്കാൾ വേദനാജനകമായിട്ടുള്ള ജീവിതമായിരുന്നു അവളുടേതെന്നും തേള് പോലും അവർക്ക് നിസ്സാരമാണ് എന്നും അവളതിനെ ഭയപ്പെടുന്നില്ല എന്നൊക്കെ വായിക്കപ്പെടുമ്പോൾ കവിത
അവസാനിക്കുന്ന നിമിഷത്തിൽ പ്രത്യാശാ നിർഭരമായ കാഴ്ചയിലാണ് ഇതെത്തുന്നത്. കാരണം അടിമപ്പെണ്ണ് അവൾ നേടിയ രാജ്യത്തിൻ്റെ അധിപ ആയി തീരുന്നുണ്ട്. അവളുടെ ദേശം വസന്തദേശമായി തീരുന്നുണ്ട്. അവളുടെ രാജ്യത്തിൻ്റെ പതാകയിൽ ആലേഖനം ചെയ്യപ്പെട്ട ചിത്രം കരിന്തേളിൻ്റെതായി തീരുന്നുണ്ട്. തൻ്റെ നോവിക്കാതെ വിട്ട തേളിനോടുള്ള നന്ദി സൂചകമായിട്ട് അങ്ങനെ ഒരു ചിത്രം അവൾ രേഖപ്പെടുത്തുന്നു. തങ്ങളുടെ രാജ്യാതിർത്തികളിലോ ഉടലാതിർത്തികളിലേക്കോ അതിക്രമിച്ചു കടക്കുന്ന അവർക്ക് നേരെ വിഷം സംഭരിച്ചു വെച്ച വാലുയർത്തി നിൽക്കുന്ന പ്രതിരോധത്തിന്റെ സൂചകം പോലെ തന്നെയായിട്ട് തേൾ ചിഹ്നം അവസാനിക്കുകയാണ്. അങ്ങനെ നിശബ്ദമാക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, ബലഹീനരെന്ന് മുദ്രകുത്തപ്പെടുന്ന പുരുഷകേന്ദ്രിതമായിട്ടുള്ള ലോകത്തോടുള്ള ഒരു ചോദ്യവും മറുപടിയും പ്രതികാര ഇച്ഛയും ഒക്കെ തന്നെയാണ് തേൾക്കുടം എന്ന കവിതയിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു.